കൂട്ടത്തിലാണുള്ളത്. ഒറ്റുകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. ആ വിധിപ്പകർപ്പെടുത്തൊന്ന് വായിച്ചു നോക്കി. ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞിട്ടില്ല, സംഘടനയ്ക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശ്രീനിവാസൻ വധം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ രണ്ട് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് വധഭീഷണി മുടക്കിയത്. അതിലൊന്ന് ഞാനായിരുന്നു. പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ BJP ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷു ദിവസമുള്ള എനിക്ക് മാത്രം അവർ ആ സന്ദേശം തന്നില്ല. കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ? എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യം എന്ന് കരുതിയിട്ടാണ്. മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത്? കേരളത്തിലെ BJP പ്രവർത്തകർക്ക് അറിയാമല്ലോ, സംഘപ്രവർത്തകർക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്ന ആൾ ഞാനാണ്. എങ്ങനെയാ ഭീഷണി വന്നത്? ആ സംഘടനയുടെ നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത്. അതുകൊണ്ട് ഒറ്റുകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനയ്ക്ക് അകത്തിരിക്കുന്നവർക്കാണ്. ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാര്യവാഹ് ജയിലിൽ കൊടുക്കുന്നു. ശ്രീനിവാസൻ വധക്കേസിലെ 17 പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഒറ്റുകാരനെന്ന് വിളിക്കരുത്. നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേതൃത്വത്തെയാണ്. ഞാൻ എന്നെ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയതുകൊണ്ട്, പ്രവർത്തിച്ചു പോയതുകൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്?